കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ എല്ലാം ഹൃദയം കീഴടക്കിയ ഒരു മാച്ച്. അതായത് ഇന്ത്യ എന്നല്ല, ലോകത്ത് എല്ലായിടത്തുമുള്ള ക്രിക്കറ്റ് ആരാധകരെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ച ഒരു വിജയം. അതാണ് ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ അഫ്ഗാനിസ്ഥാൻ നേടിയെടുത്തത്. ഇതൊരു ടീമിൻ്റെ വിജയമാണ്, ഒരു ഒത്തൊരുമയുടെ വിജയമാണ്. അതായത് ഗ്രൗണ്ടിൽ 11 പേരും വിജയം വേണമെന്ന് ആഗ്രഹിച്ച് അതിൽ 100% കൊടുത്ത് ശരീരവും മനസ്സും എല്ലാം ഈ മാച്ചിന് വേണ്ടി കൊടുത്ത ഒരു ടീമിൻ്റെ വിജയം കൂടിയാണിത്. ഇതൊരു ടീമിൻ്റെ വിജയം എന്ന് പറയാനുണ്ടെങ്കിലും എടുത്തു പറയേണ്ട 3 പെർഫോമൻസുകളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് എബ്രാഹിം സദ്രാൻ്റെ സെഞ്ചുറി, അതായത് 177. ODI ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ഇന്നിങ്സുകൾ ഒന്നെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ ഫിറ്റ്നസ്, അതായത് ഇന്നിങ്സിൻ്റെ അവസാനം ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് സിംഗിൾസ് ഡബിൾസ് ഒക്കെ ഇവർ ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ സദ്രാൻ ഒട്ടും ടയർഡായിട്ട് തോന്നിച്ചില്ല. ഒരിക്കലും പുള്ളി ഒരു ടയർഡായിട്ടതുപോലെ കണ്ടതേ ഇല്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഫിറ്റ്നസ് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വേണ്ട സമയത്ത് ആക്സിലറേറ്റ് ചെയ്തത്, അതായത് നന്നായിട്ട് ഒരു റണ്ണേ ബോൾ കളിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം വന്നിട്ട് ടീമിനൊരു 300+ റണ്ണ് സ്കോർ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ടൈമിൽ ആക്സിലറേറ്റ് ചെയ്തു. അതും അധികം റിസ്ക് എടുക്കാതെ, ഭയങ്കര റിസ്ക് ഒന്നും എടുക്കാതെ വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഷോട്ട്സ് കളിച്ച്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ട്സ് കളിച്ച് നന്നായിട്ട് റണ്ണ് കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. അത് എന്താ പറയുക, വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. വേൾഡ് ക്ലാസ് ബാറ്റ്സ്മാൻമാർ വരെ പരാജയപ്പെടുന്നത് നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു യങ്സ്റ്റർ, ഇത്രയും പ്രായം കുറഞ്ഞൊരു പ്ലെയർ ഇത്രയും മെച്യൂരിറ്റി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഇപ്പോൾ തന്നെ പുള്ളിയുടെ കരിയർ എടുത്ത് നോക്കിയാൽ 6 സെഞ്ചുറിയായി. സോ ഫ്യൂച്ചറിലേക്കുള്ളൊരു വലിയ വാഗ്ദാനം തന്നെയാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് സദ്രാൻ. രണ്ടാമത്തെ പെർഫോമൻസ് ഒമർസായി. ബാറ്റിങ്ങിൽ ഒരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു 41 റൺസ് സ്കോർ ചെയ്തു. അതിനുശേഷം വന്നിട്ട് 5 ക്രൂഷ്യൽ വിക്കറ്റ്സ്. ആ വിക്കറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കണേ. സോൾട്ട്, ജോസ് ബട്ട്ലർ, റൂട്ട്, ഓവർട്ടൺ, അതുപോലെ തന്നെ ലാസ്റ്റ് ഓവർ എറിഞ്ഞ രീതി. അണ്ടർ പ്രഷറിൽ ജോഫ്ര ആർച്ചർ അത്യാവശ്യം ഹിറ്റ് ചെയ്യുന്നൊരു ബാറ്റ്സ്മാനാണ്. ആ ഒരു അണ്ടർ പ്രഷറിൽ പുള്ളി എറിഞ്ഞ ലാസ്റ്റ് ഓവർ വളരെ മനോഹരമായിരുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ വിജയത്തിൽ സത്യം പറഞ്ഞാൽ ആ ഓവറിനും ഒമർസായിയുടെ ബോളിങ്ങിനും വളരെ വലിയ പങ്കുണ്ട്. കാരണം ക്രൂഷ്യൽ ടൈമിലെല്ലാം ജോ റൂട്ട് നല്ല പാർട്ട്ണർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ജോ റൂട്ടും ജോസ് ബട്ട്ലറും കൂടെ. അപ്പോൾ ജോസ് ബട്ട്ലറിനെ എടുക്കുന്നു, പിന്നീട് ജോ റൂട്ടിൻ്റെ വിക്കറ്റ് ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് വന്ന് എടുക്കുന്നു, പിന്നീട് ഓവർട്ടൺ കളി അടിച്ച് ജയിപ്പിക്കുമെന്ന് തോന്നുന്ന സമയത്ത് ഓവർട്ടൻ്റെ വിക്കറ്റ് എടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ഓവർ വളരെ മനോഹരമായിട്ട് ബോൾ ചെയ്തിട്ട് ആദിൽ റഷീദിനെയും വിക്കറ്റ് ആക്കുന്നു. അതായത് ആ 5 വിക്കറ്റും വളരെ ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റാണ്. ഈ സദ്രാൻ്റെ ബാറ്റിംഗ് പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഓൾറൗണ്ട് പെർഫോമൻസും. പക്ഷേ സദ്രാൻ ആ ഒരു സ്കോർ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇതിന് പ്രസക്തി ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും സദ്രാന് മാൻ ഓഫ് ദി മാച്ച് കൊടുത്തത്. പക്ഷേ ഒമർസായി എന്തുകൊണ്ടാണ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് പുള്ളിക്ക് കിട്ടിയെന്നുള്ളത് പ്രൂവ് ചെയ്തു. എക്സലൻറ്റ് പെർഫോമൻസ്, എക്സലൻറ്റ് ഓൾറൗണ്ട് പെർഫോമൻസ്. പിന്നെ മുഹമ്മദ് നബി, 40 വയസ്സുണ്ട് പുള്ളിക്കാരന്. ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റണ്ണ് ആക്സിലറേറ്റ് ചെയ്ത് സദ്രാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഹമ്മദ് നബിയും കൂടെ അത്രയും നന്നായിട്ട് തന്നെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ സത്യം പറഞ്ഞ് ഈ ഒരു സ്കോറിലേക്ക് എത്തിയത്. എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു ബാറ്റിംഗ് പെർഫോമൻസ്. അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിലും കണ്ടിരുന്നു, സ്പിന്നേഴ്സ് എല്ലാം പരാജയപ്പെട്ട സമയത്ത് നബി മാത്രമാണ് അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്തത്. ഇന്നും അതുപോലെ തന്നെ ക്രൂഷ്യലായിട്ടുള്ള 2 വിക്കറ്റ്സ് നബി എടുത്തു തന്നു. എടുത്ത വിക്കറ്റ് ജാമി സ്മിത്തിൻ്റെയും അതുപോലെ തന്നെ ഹാരി ബ്രൂക്കിൻ്റെ ആണെന്ന് ഓർക്കണം, ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ്. അതുപോലെ തന്നെ റാഷിദ് ഖാൻ അടക്കമുള്ള സ്പിന്നേഴ്സ് എല്ലാം സ്ട്രഗിൾ ചെയ്യുന്ന പിച്ചിൽ കഴിഞ്ഞ മാച്ചിലും അതെ, ഈ മാച്ചിലും അതെ, പുള്ളി ത്രൂ ദ എയർ വളരെ സ്ലോ ആയിട്ട് ബോൾ ചെയ്ത് പേസ് വേരിയേഷൻസ് കൊണ്ട് പുള്ളിയുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടാണ് വാല്യുബിൾ ആയിട്ടുള്ള വിക്കറ്റ് എടുത്തതും ക്രൂഷ്യലായിട്ടുള്ള റണ്ണ് സ്റ്റോപ്പ് ചെയ്തതും. സോ ഹാറ്റ്സ് ഓഫ് ടു അഫ്ഗാനിസ്ഥാൻ പ്ലേയേഴ്സ്. ഒരു ടീമിൻ്റെ വിജയം, അതായത് എന്താണ് നമ്മൾ പാകിസ്ഥാനിൽ കാണാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ കാണാതെ പോയത്, അത് അഫ്ഗാനിസ്ഥാൻ ടീമിലുണ്ട്. അവർ ടീമായിട്ടാണ് കളിക്കുന്നത്. വളരെ പ്രായം കൂടിയ ആൾക്കാരും അതുപോലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഒരേ മനസ്സോടെ ടീം ജയിക്കണം. അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ ആ ഒരു ഇൻറ്റൻറ്റ് ഉണ്ട്, അതായത് ജയിക്കണം എന്നുള്ള ഇൻറ്റൻറ്റ് ഭയങ്കര വലുതായിട്ട് അവരുടെ ബോഡി ലാംഗ്വേജിലുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റി, ഫീൽഡിൽ ക്യാച്ച് കിട്ടും ക്രൂഷ്യലായിട്ടുള്ള ടൈമിൽ. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് അവരുടെ ആ ഒരു വിജയിക്കണമെന്നുള്ള ആ ഒരു ഇൻറ്റൻറ്റ് വളരെ വലുതായിരുന്നുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഓവർകം ചെയ്തിട്ട് ഈ മാച്ച് ജയിക്കാൻ അതുകൊണ്ടാണ് അവർക്ക് സാധിച്ചത്. ഇനി ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്, ഒരു ODI ക്രിക്കറ്റ് മാച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ബോളേഴ്സ് അവരുടെ കയ്യിൽ ഇല്ല. മിഡിൽ ഓവേഴ്സിൽ ബ്രേക്ക് ത്രൂ കൊടുക്കാൻ വേണ്ടി ആകെ ഉള്ളത് ആദിൽ റഷീദ് മാത്രമാണ്. ബാക്കി ആരും എഫക്റ്റീവ് അല്ല. പോരാത്തതിന് ഇന്ന് എല്ലാവരും പരിക്ക്, വുഡിന് പരുക്ക്, അതുപോലെ തന്നെ ലിവിങ്സ്റ്റോൺ പരുക്ക് എന്നുകൊണ്ട് മൊത്തത്തിൽ മെസ്റ്റപ്പായിട്ടാണ് ഇംഗ്ലണ്ട് ടീം ഇരിക്കുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്താണ് മെക്കൽ ഉദ്ദേശിക്കുന്നതെന്നോ അല്ലെങ്കിൽ ജോസ് ബട്ട്ലർ ഉദ്ദേശിക്കുന്നതെന്നോ ക്ലൂലെസ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി ബോൾ ചെയ്യുന്ന സമയത്ത്. ഒന്നാമത് അവർക്ക് നല്ല ടീം സെലക്ട് ചെയ്തുകൊണ്ടല്ല വന്നേക്കുന്നത്, കണ്ടീഷൻസ് അനുസരിച്ചുള്ള ടീം സെലക്ട് ചെയ്തുകൊണ്ടല്ല വന്നേക്കുന്നത്. ബാറ്റിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജോ റൂട്ട് അല്ലാത്ത ഒരു ബാറ്റ്സ്മാനും ODIക്ക് പറ്റാത്ത രീതിയിലാണ് കളിക്കുന്നത്. സോൾട്ടൊക്കെ ഔട്ടായത് വട്ടം അടിച്ച് ഔട്ടാവാണ്. സത്യം പറഞ്ഞാൽ വളരെ കഷ്ടം തോന്നി. ഈ അഗ്രസീവ് അല്ലെങ്കിൽ ബസ് ബോൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വട്ടം അടിച്ച് ഔട്ടാവുന്നതാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഹാരി ബ്രൂക്ക് ആയാലും
അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ഓവർടൺ ആയാലും മാച്ച് ഫിനിഷ് ചെയ്യാനോ വിൻ ചെയ്ത് കൊടുക്കാനുള്ളൊരു ക്ഷമയോ അല്ലെങ്കിൽ ഓഡിയോ ക്രിക്കറ്റിൽ എങ്ങനെ കളിക്കേണ്ടതനുസരിച്ച് കളിക്കാനുള്ള ബാറ്റ്സ്മാൻമാർ ഇവർക്ക് ഇല്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ്. സ്കില്ലിൻ്റെ കുറവോ അല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ കുറവോ അല്ല ഇംഗ്ലണ്ടിനുള്ളത്. എല്ലാവരും ഹൈലി സ്കിൽഡാണ്. ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, അതുപോലെ ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, പേസ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, നല്ല ടോപ്പ് ക്വാളിറ്റി ബാറ്റ്സ്മാൻമാരുണ്ട്, ഫ്യൂച്ചറിലേക്കുള്ള യങ് ആയിട്ടുള്ള ടാലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് അവരുടെ കയ്യിൽ. പക്ഷേ അരഗൻസ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരഗൻസ് തന്നെയാണ്. അതായത് ബസ് ബോൾ എന്ന് പറഞ്ഞൊരു സംഭവം അവർ ഇൻവെൻറ്റ് ചെയ്തു, അത് കളിച്ചങ്ങ് എല്ലാ ടീമിനെയും മറിച്ച് കളയാനുള്ളൊരു അരഗൻസാണ് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ പരാജയം. അതായത് ഇന്ത്യ പോലെ വേൾഡ് ക്രിക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീം പോലും ബേസിക്സ് വിട്ട് കളിക്കുന്നില്ല. അവരെപ്പോഴും കണ്ടീഷൻസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒപ്പണൻസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ടീം സെലക്ട് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് 11 സെലക്ട് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ടിലായാലും അതിനെ റെസ്പെക്ട് ചെയ്ത് കളിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ ബസ് ബോൾ കളിച്ചങ്ങ് ജയിക്കുക എന്നുള്ള രീതിയിലാണ് ടീം ഇടുന്നത്. പിന്നെ ആകെ ഉള്ളൊരു ആശ്വാസം ജോ റൂട്ടിൻ്റെ സെഞ്ചുറിയാണ്, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇന്നിങ്സ്, അണ്ടർ പ്രഷർ, ബാക്കി എല്ലാവരും അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാതിരുന്ന സമയത്ത് എങ്ങനെയാണോ ഓഡിയോ ക്രിക്കറ്റ് കളിക്കേണ്ടത് അതേപോലെ സ്പിന്നൊക്കെ അതിമനോഹരമായിട്ട് കളിച്ചിട്ട് ഒരു സമയത്ത് ജോ റൂട്ട് കളി ജയിപ്പിക്കുമെന്ന് തന്നെ തോന്നിച്ച ഒരു സമയം വരെ ഉണ്ടായിരുന്നു. അത്ര മനോഹരമായിട്ട് ജോ റൂട്ട് കളിച്ചു. ഹാറ്റ്സ് ഓഫ് ടു ജോ റൂട്ട് ഓൾസോ. സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മാച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കാനോ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് വേറൊരു പ്ലെയറിന് സാധിച്ചില്ല എന്നുള്ളത് വളരെ നിരാശാജനകമാണ്. പക്ഷേ ജോ റൂട്ട് പ്ലേഡ് വെരി വെൽ. ഇവരുടെ അരഗൻസിൻ്റെ കാര്യം പറയുമ്പോൾ അതുപോലെ ഇവരുടെ ക്യാപ്റ്റൻ അതുപോലെ ഒരു കോച്ച് എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. മിക്കവാറും ക്യാപ്റ്റനെ മാറ്റേണ്ടതായിട്ട് തന്നെ ഉണ്ട്, ഇല്ലെങ്കിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും മോശം പെർഫോമൻസ് ICC ടൂർണമെൻറ്റ്സിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരുന്നിട്ട് എന്തിനാണ് ക്യാപ്റ്റൻ. അതുപോലെ തന്നെ കോച്ച് മക്കൊല്ലം ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഭയങ്കര സംഭവമായിട്ട് ബസ് ബോളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ബട്ട് എഫക്റ്റീവ്ലി ടീമിന് എന്താ റിസൾട്ട് നോക്കുമ്പോൾ ICC ടൂർണമെൻറ്റ്സിലേക്കൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അവരുണ്ടോ? ഇല്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ? ഇല്ല. ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു ബിഗ് സീറോ ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനോ കോച്ചിനോ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒരു ചേഞ്ച് ഉണ്ടാവട്ടെ. അവരുടെ ടീം ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ടാലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയേഴ്സിനെ നന്നായിട്ട് മാനേജ് ചെയ്ത് ക്രിക്കറ്റിൻ്റെ ബേസിക്കിലേക്ക് പോയിട്ട് ഒന്നേന്ന് അവർ മുന്നിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കാൻ പറ്റും നമുക്ക്. വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മാച്ച് കഴിഞ്ഞിട്ടുള്ള പ്രസൻറ്റേഷൻ ടൈമിൽ സദ്രാനോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും അതുപോലെ തന്നെ ക്യാപ്റ്റനോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും അവർ പറയുന്ന അവർ വളരെ ഒരു ഗ്രൗണ്ട് ടു എർത്ത് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്ക് എല്ലാ പ്ലെയേഴ്സിനും ഉള്ളത്. വളരെ ലവബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സാണ് അഫ്ഗാനിസ്ഥാൻ്റെ. എല്ലാവർക്കും അതുകൊണ്ടാണ് അവരെ ഇഷ്ടം. ഇന്ത്യയിൽ ഫാൻസ് ഉണ്ട്, ലോകത്തുടനീളമുള്ള ക്രിക്കറ്റ് ഫാൻസിനെല്ലാം അഫ്ഗാനിസ്ഥാനെ ഇഷ്ടമാണ്. അവർ ഓസ്ട്രേലിയ ആയിട്ടുള്ള മാച്ചിലേക്ക് പറയുമ്പോൾ ഈ മാച്ചിൻ്റെ വിജയത്തിൽ മതിമറന്ന് നിൽക്കുകയല്ല. അന്നത്തെ ദിവസം എന്താണോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ബെസ്റ്റ് ഞങ്ങൾ ചെയ്യും, അതിലേക്ക് പ്രിപ്പയർ ചെയ്യും എന്നാണ് അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് പറയുന്നത്. സോ ഓസ്ട്രേലിയയെ സംബന്ധിച്ചും അഫ്ഗാനിസ്ഥാൻ വലിയൊരു എതിരാളി തന്നെയാണ്. ഇത്ര ഒത്തൊരുമയോടെ ഒരു ടീം നിൽക്കുമ്പോൾ ഇതുപോലുള്ള മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ പെർഫോമൻസ് വരുമ്പോൾ സദ്രാനെ പോലെ ഒമസായെ പോലെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ പോലെയുള്ള ആൾക്കാർ പെർഫോം ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ ഷുഡ് ഫിയർ അഫ്ഗാനിസ്ഥാൻ. സത്യം പറഞ്ഞാൽ അടുത്ത മാച്ചിൽ ഒരിക്കലും ഈസിയായിട്ട് എടുക്കാൻ പറ്റില്ല. അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വലിയൊരു ത്രെട്ട് തന്നെയാണ്. ആൻഡ് ക്വാളിഫയിങ് ഫോർ സെമി ഫൈനലിൽ വലിയ ചാൻസ് ഉണ്ട് അഫ്ഗാനിസ്ഥാന്. ബട്ട് ഓസ്ട്രേലിയയെ ബീറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനെ ബീറ്റ് ചെയ്ത പോലെ ഈസിയായിട്ട് ഓസ്ട്രേലിയ ബീറ്റ് ചെയ്യാൻ അഫ്ഗാനിസ്ഥാന് സാധിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പിൽ ക്രൂഷ്യലായിട്ടുള്ള 2 മാച്ചുണ്ട്. ഒന്ന് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു മാച്ച്, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ആയിട്ടുള്ള മാച്ച്. ഈ 2 മാച്ചിലും വിജയിക്കുന്നതോ അല്ലെങ്കിൽ അതിനകത്ത് റൺ റേറ്റോ ഒക്കെ ക്രൂഷ്യലാണ്. ഡെത്ത് ഗ്രൂപ്പ് എന്ന് ഈ ഗ്രൂപ്പിന് പേരിട്ടതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അത്ര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഏറ്റവും അവസാനത്തെ മാച്ച് വരെ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട്. എന്തായാലും മറ്റ് ക്രിക്കറ്റ് വിശേഷങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു മാച്ചിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.